ഹലോ കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ മാത്സിനെ ഓണം പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള 200 ചോദ്യങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്കിന്റെ 4ാമത്തെ പാർട്ട്. അതിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് 46 മുതൽ ക്വസ്റ്റ്യൻസ് 60 വരെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ ചോദ്യം 46. ഒരു വൃത്തത്തിലെ 2 ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര വൃത്തത്തെ 2 വൃത്തഖണ്ഡങ്ങളാക്കുന്നു. ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? A line joining 2 points on a circle divides it into 2 circular segments. What is the relation between angles in the same segment? അപ്പോൾ നമ്മളിവിടെ ഒരു വൃത്തം, ഈ വൃത്തത്തിലെ 2 ബിന്ദുക്കൾ A and B are the 2 points. അതെന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ യോജിപ്പിക്കുന്നു. ഇത് യോജിപ്പിച്ചാൽ ഒരു ഞാൺ അല്ലെങ്കിൽ കോഡ് കിട്ടുന്നു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഭാഗം എടുക്കുകയാണ്. ഈ ഭാഗത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ACB എന്നും അതേപോലെ ADB എന്നും 2 കോണുകൾ വരച്ചാൽ ഈ കോണുകൾ എന്തായിരിക്കും? ഉത്തരം തുല്യമായിരിക്കും. കാരണം ഒരേ വൃത്തഖണ്ഡത്തിലെ ഇതാണ് നമ്മുടെ വൃത്തഖണ്ഡം. ഓക്കെ, ഒരേ വൃത്തഖണ്ഡം, അതായത് സെയിം സെഗ്മെന്റിലുള്ള ആംഗിൾസ്, കോണുകളെല്ലാം തന്നെ തുല്യമായിരിക്കും. ഇതൊരു ബേസിക് ആയ കാര്യമാണ്. അപ്പോൾ ഉത്തരം തുല്യം, ഈക്വൽ, ഓപ്ഷൻ ബി. ഇത് നോക്കൂ, ഒരു സമാന്തര ശ്രേണി, അരിത്മെറ്റിക് സീക്വൻസ്, അതിലെ ആദ്യ പദം എഫ്, പൊതുവ്യത്യാസം ഡി ആയാൽ അതിൻ്റെ n-ാം പദം കാണാനുള്ള ഫോർമുല xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഇതാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ഇനി വേണമെങ്കിൽ നമുക്ക് xn-നെ എങ്ങനെ എഴുതാം? ആദ്യ പദം പ്ലസ് ഒന്ന് കുറവാണ്, n-1 ഇൻറ്റു പൊതുവ്യത്യാസം, ഇങ്ങനെയും എഴുതാം. ഓക്കെ, അപ്പോൾ if the first term is f and common difference is d, nth term formula is xn equal to dn plus f minus d or f plus n minus 1 into d. ഓക്കെ, ഇനി 48ാമത്തെ ചോദ്യം. 3, 7, 11, 15 ഇങ്ങനെ തുടർന്നു പോകുന്ന സമാന്തര ശ്രേണി, അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ്, അതിൻ്റെ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് എത്ര? ഇതിൻ്റെ 10ാം പദം കണക്കാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പൊതുവ്യത്യാസം ഡി, കോമൺ ഡിഫറൻസ് ഡിയും അതേപോലെ 10ാം പദം x10. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രേണിയിൽ 1-ാം പദം x1 അല്ലെങ്കിൽ ഡി എന്ന് പറയുന്നത്, 1-ാം പദം f എന്ന് പറയുന്നത് 3. അപ്പോൾ പൊതുവ്യത്യാസം കാണാനുള്ള ഫോർമുല എന്താണ്? ഒന്നുമില്ല, 2-ാം പദം മൈനസ് 1-ാം പദം, സിമ്പിൾ, d ഈക്വൽ ടു x2 മൈനസ് x1. അപ്പൊ നമുക്ക് 7 മൈനസ് 3 4 എന്ന് കിട്ടും. അപ്പോൾ പൊതുവ്യത്യാസം 7 മൈനസ് 3 4. ഇനി 10-ാം പദം കാണണം. അപ്പൊ നമ്മള് x10 സമം എന്ത് ചെയ്യും? 1-ാം പദം f പ്ലസ് 9 പ്രാവശ്യം പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് കൂട്ടണം. അതായത് 9d കൂട്ടിയാൽ മതി. 1-ാം പദം 3 പ്ലസ് 9 ഇൻറ്റു 4. അപ്പൊ നമുക്ക് 3 പ്ലസ് 9 4 36 39 എന്ന് കിട്ടും. ഓക്കെ, x10 സമം f പ്ലസ് 9d
എക്സ് 10 നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ 39 കിട്ടുന്നു. 10th ടേം 39. ഇനി ഈ ചോദ്യം നോക്കൂ. ഒരു ചക്രീയ ചതുർഭുജം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, അതിൻ്റെ ഏതെങ്കിലും ഒരു മൂല, ഏതെങ്കിലും ഒരു വെർട്ടെക്സിലുള്ള പുറംകോൺ, പുറംകോൺ എന്ന് പറയുമ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ, അതിൻ്റെ ഓപ്പോസിറ്റ് കോർണർ, ഓപ്പോസിറ്റ് മൂലയിലെ അകക്കോണിന്, ഇന്റീരിയർ ആംഗിളിന് തുല്യമായിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് റഫായിട്ട് ഒരു ചിത്രം വരയ്ക്കാം. അപ്പം ഞാൻ ഇവിടെ റഫായിട്ട് ഒരു വൃത്തം വരച്ചു, സർക്കിൾ വരച്ചു. അതിനകത്ത് ഒരു ചക്രീയ ചതുർഭുജം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ പോവുകയാണ്. ഇതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ABCD. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? ഏതെങ്കിലും ഒരു മൂലയിലെ പുറംകോൺ. അപ്പം ഞാൻ C എന്ന മൂല എടുക്കുകയാണ്. അതിലെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഇതാ നീട്ടി വരച്ചു. ഇവിടെ ഞാൻ E എന്ന് മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഈ ആംഗിള്, ഇത് പുറംകോണാണ്, എക്സ്റ്റീരിയർ ആംഗിൾ. അതിൻ്റെ എതിർമൂലയിലെ അകക്കോൺ, എതിർമൂല എന്ന് പറയുമ്പോൾ സിയുടെ ഓപ്പോസിറ്റ് A ആണ്. ഇവിടെയുള്ള കോണ് ഇത് എക്സ് ആണ് എങ്കിൽ ഇതും എക്സ് ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ കൂട്ടുകാരെ നോക്കൂ, നമുക്കിതൊന്ന് തിരിച്ചെടുക്കാം. ഓക്കെ, ഇതിനെ നമുക്ക് പേര് ജസ്റ്റ് ഒന്ന് മാറ്റാം. ഇവിടെ നമുക്ക് ABCD എന്നാക്കാം. ഓക്കെ, എളുപ്പത്തിന് വേണ്ടി. അങ്ങനെയാണ് ഉത്തരത്തിൽ, സൊല്യൂഷനിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ കോൺ A ഇതാണ്. ആംഗിൾ A പ്ലസ് DAE അങ്ങനെ എഴുതാം. കോൺ DAE, അതായത് എക്സ്റ്റീരിയർ ആംഗിൾ കോൺ A, പുറംകോൺ കോൺ A എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് രണ്ടും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. കാരണം അവ രേഖീയ ജോഡികളാണ്, ലീനിയർ പെയേഴ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ABCD ഒരു ചക്രീയ ചതുർഭുജം, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അതുകൊണ്ട് കോൺ A പ്ലസ് കോൺ C 180 ഡിഗ്രി. എതിർകോണുകൾ, ഓപ്പോസിറ്റ് ആംഗിൾസ് ഇൻ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജത്തിന്റെ എതിർകോണുകൾ. ഇനി നമുക്ക് ഇവിടെ നോക്കൂ, ഈ രണ്ട് സ്റ്റെപ്പുകളിലും കോൺ A പ്ലസ് എക്സ്റ്റീരിയർ, കോൺ A പ്ലസ് കോൺ DAC 180, കോൺ A പ്ലസ് കോൺ C 180. ഇത് രണ്ടും തുല്യമാണ്. ഇത് രണ്ടും തുല്യം എന്ന് പറയുമ്പോൾ കോൺ Aയും കോൺ Aയും തുല്യമാണ്. അതുകൊണ്ട് ഇവിടെ കോൺ DAC സമം കോൺ C എന്ന് കിട്ടും. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 ഇവ താരതമ്യം ചെയ്താൽ ഇടതുവശത്ത് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ AA അത് തുല്യമാണ്. ഇവിടെ ആരാണ്? 180 180 തുല്യമാണ്. അപ്പൊ ഇനി ബാക്കിയുള്ളത് ആരാണ്? കോൺ DAE. C അല്ല, E ആണ്. കോൺ DAE അത് കോൺ Cക്ക് തുല്യമാണ്. അതായത് എന്ത് കിട്ടും? ഒരു ചക്രീയ ചതുർഭുജത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിലെ പുറംകോൺ അതിന്റെ എതിർമൂലയിലുള്ള അകക്കോണിന് തുല്യമാണ്. എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ ടു ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ. ഓക്കെ, സിമ്പിൾ ആണ്. ഇങ്ങനെ ചോദ്യം വന്നാൽ ചിത്രം വരയ്ക്കുക, എന്നിട്ട് 2 സ്റ്റെപ്പിൽ ആൻസർ ചെയ്യാം.
50-ാമത്തെ ചോദ്യം നോക്കൂ. 1 മുതൽ 6 വരെയുള്ള സംഖ്യകൾ എഴുതിയ ഒരു പകിട, അതായത് ഡൈസ് ഒരു തവണ ഉരുട്ടുന്നു. ഒരു പ്രാവശ്യം നമ്മൾ റോൾ ചെയ്യാണ്. 1 മുതൽ 6 വരെ. ഓക്കെ, 1, 2, 3, 4, 5, 6. സാധാരണ ഒരു ഡൈസ് പകിട നമ്മളെ പാമ്പും കോണിയും ഒക്കെ കളിക്കുന്ന സമയത്ത് 1 മുതൽ 6 വരെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, ഒരു ഡൈസിൽ ആകെ എത്ര നമ്പേഴ്സ് ഉണ്ട്? ആകെ സംഖ്യകൾ, നമ്പറുകൾ എത്രയാ? 6. അതാണ് ഇവിടെ ടോട്ടൽ 6 എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ഇരട്ടസംഖ്യ ആകാനുള്ള സാധ്യത, അപ്പോൾ ഈവൻ നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി, ഇതിൽ ഏതൊക്കെയാണ് ഇരട്ടസംഖ്യകൾ? 2, 4, 6. അപ്പോൾ ഇരട്ടസംഖ്യകൾ 2, 4, 6. എത്ര എണ്ണമുണ്ട്? 3. ആയതുകൊണ്ട് സാധ്യത, അതായത് പ്രോബബിലിറ്റി എത്രയാണ്? 3 ആകെ 6, 1/2 എന്ന് കിട്ടും. ഇരട്ടസംഖ്യകളുടെ എണ്ണം 3 ആകെ സംഖ്യകൾ. ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം. ഇനി അഭാജ്യസംഖ്യയാകാനുള്ള സാധ്യത, പ്രൈം നമ്പർ ആവാനുള്ള സാധ്യത. പ്രൈം എന്ന് പറയുമ്പോൾ 2 ഫാക്ടേഴ്സേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരെണ്ണം 1 ആയിരിക്കും, മറ്റേത് സംഖ്യയായിരിക്കും. 1 പ്രൈം നമ്പർ അല്ല, 2 പ്രൈം ആണ്, 3 പ്രൈം ആണ്, 4 അല്ല. കാരണം 2 എന്ന് പറയുന്നത് 4ന്റെ ഫാക്ടർ ഘടകമാണ്. 5-ന് 1ഉം 5ഉമാണ് ഫാക്ടേഴ്സ്. 6-ന് 1, 2, 3, 6, 4 ഘടകങ്ങളുണ്ട്, 4 ഫാക്ടേഴ്സ്. അതുകൊണ്ട് ഇതല്ല. അപ്പോൾ 2, 3, 5 പ്രൈം നമ്പേഴ്സ്, അഭാജ്യസംഖ്യകളാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 3 എണ്ണം. അപ്പോൾ പ്രോബബിലിറ്റി എന്തിനുള്ളത്? അഭാജ്യസംഖ്യ പ്രൈം ആവാനുള്ള പ്രോബബിലിറ്റി. ഇവിടെ 3 എണ്ണമാണ് പ്രൈം ഉള്ളത്, ആകെ 6 എണ്ണം അല്ലേ? 1 മുതൽ 6 വരെ 6 സംഖ്യകൾ. അതുകൊണ്ട് 3/6, അത് നമുക്ക് 1/2 എന്ന് എഴുതാം. ഓക്കെ, സിമ്പിൾ ചോദ്യമായിരുന്നു ഇത്. ഇനി 51-ാമത്തെ ചോദ്യം നോക്കൂ. ചിത്രത്തിൽ AB ചാപത്തിന്റെ കേന്ദ്രകോൺ 160 ഡിഗ്രിയാണ്. AB എന്ന ചാപത്തിന്റെ കേന്ദ്രകോൺ 160 ഡിഗ്രിയാണ്. P മറുചാപത്തിലും Q അതേ ചാപത്തിലുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് Q വരുന്നതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇതാ, AQB എന്ന ചാപം, അതിൻ്റെ കേന്ദ്രകോൺ 160. അപ്പോൾ എയിൽ നിന്നും ഇതാണ് O, AOB, ഇത് നമുക്ക് 160 ഡിഗ്രി. P എവിടെയാണ്? ആൾട്ടർനേറ്റ് ആർക്കിലാണുള്ളത്. Q സെയിം ആർക്കിലാണുള്ളത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോൺ APB കണ്ടുപിടിക്കണം. കോൺ APB എന്തായിരിക്കും? ഇത് ആൾട്ടർനേറ്റ് ആർക്കിലാണുള്ളത്, മറുചാപത്തിലാണുള്ളത്. മറുചാപത്തിലെ കോണ് എന്തായിരിക്കും? ഈ ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും. ഓക്കെ, angle in the alternate arc is half of the central angle of other arc. അപ്പോൾ ഇവിടെ 80 ഡിഗ്രി എന്ന് വരും. അപ്പോൾ നമുക്ക് ആംഗിൾ APB 160/2 80. ഇനി കോൺ AQB. കോൺ AQB എന്തായിരിക്കും? ഒരു ചാപത്തിലെ കോണും മറുചാപത്തിലെ കോണും കൂട്ടിയാൽ 180 ഡിഗ്രി. ആംഗിൾസ് ഇൻ ദി ആർക്ക് ആൻഡ് alternate arc.
സം ഓഫ് ദ ആംഗിൾസ് ഇൻ ദി alternate arc and the arc is 180. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇത് 80 ആണ്. 180 മൈനസ് 80 100 എന്ന് കിട്ടും. ഓക്കെ, ഒരു ചാപത്തിലെ കോണും മറുചാപത്തിലെ കോണും കൂട്ടിയാൽ 180 ഡിഗ്രി. ഒരു ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും മറുചാപത്തിലെ കോൺ. ഈ രണ്ട് കോൺസെപ്റ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, the angle in the alternate arc is half of the central angle of the arc. രണ്ടാമത് പറയുന്നത് an angle in the arc and an arc in the alternate arc, not arc, angle, and the angle in the alternate arc equal to 180. Okay, ഇനി 52ാമത്തെ ചോദ്യം നോക്കൂ. ഒരു സമാന്തര ശ്രേണിയുടെ രണ്ടാം പദവും അഞ്ചാം പദവും തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. The ratio of second and fifth term is 1:2. അതായത് നമുക്ക് ഇവിടെ മെല്ലെ എഴുതാം. രണ്ടാം പദം x2 ബൈ അഞ്ചാം പദം x5. അതെത്രയാണ്? 1:2, 1/2. ഇങ്ങനെ എഴുതാമല്ലോ. ഇനി മൂന്നാം പദം 12 തന്നിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് മാറ്റി ഇവിടെ എഴുതാം. x3 = 12. നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം, d കണ്ടുപിടിക്കണം. ഓക്കെ, അത് ഞാൻ ഇവിടെ എഴുതുന്നു. d കാണുക, ആദ്യ പദം കാണുക, ഫസ്റ്റ് ടേം f. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, രണ്ടാം പദം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നാം പദം പ്ലസ് പൊതുവ്യത്യാസം ബൈ അഞ്ചാം പദം എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേമിനോട് കൂടി 4 ടൈംസ് ഡിഫറൻസ് ചേർക്കുന്നതാണ്, കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. അപ്പൊ നമുക്ക് ഇവിടെ എന്തെഴുതാം? ഇതിനെ 2 കൊണ്ട് ഇങ്ങോട്ടേക്ക് ഗുണിക്കുമ്പോൾ 2f പ്ലസ് 2d സമം, ഇതിനെ 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് f പ്ലസ് 4d എന്ന് കിട്ടും. ഇതിൽ നിന്നും നമുക്ക് എന്തെഴുതാം? 2f ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, മൈനസ് f. അപ്പൊ നമുക്കിവിടെ f സമം 4d മൈനസ് 2d, 2d എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ നിൽക്കട്ടെ. അപ്പൊ ഒന്നാം പദം എന്ന് പറയുന്നത് പൊതുവ്യത്യാസത്തിന്റെ ഇരട്ടിയാണ്. ഓക്കെ, ഇനി ഇവിടേക്ക് വരൂ. മൂന്നാം പദം 12 എന്ന് പറയുമ്പോൾ ഒന്നാം പദം f പ്ലസ് അതിനോട് 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കൂട്ടുന്നതാണ്. അത് 12 എന്ന് കിട്ടും. ഇനി ഇവിടെ എഫിന് നമുക്ക് എന്തെഴുതാം? 2d, 2d പ്ലസ് 2d 12. അതിൽ നിന്നും 4d 12 എന്ന് കിട്ടുന്നു. d എത്ര കിട്ടും? 12/4 3 എന്ന് കിട്ടുന്നു. പൊതുവ്യത്യാസം 3. അതാണ് ആദ്യത്തെ ഭാഗം. അപ്പൊ നമുക്ക് പൊതുവ്യത്യാസം 3 എന്ന് കിട്ടി. ഇനി കൂട്ടുകാരെ, ആദ്യ പദം കാണാൻ എന്ത് ചെയ്താൽ മതി? ആദ്യ പദം എന്താണ്? ഫസ്റ്റ് ടേം ഈക്വൽ ടു 2 ഇൻറ്റു d. അപ്പൊ ഇവിടെ f സമം 2 ഇൻറ്റു 3 6 എന്ന് കിട്ടി. അപ്പോൾ ആദ്യ പദം ഫസ്റ്റ് ടേം 6. ഉത്തരം 3, 6. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ.
ഓക്കെ, ഇപ്പൊ എക്സാമിന് ഇതാ ഈ ഭാഗം എഴുതിയാൽ മതി. അമ്പത്തിമൂന്നാമത്തെ ചോദ്യം നോക്കൂ. 10, 17, 24 എന്ന സമാന്തര ശ്രേണി പരിഗണിക്കുക. ഓക്കെ, നമുക്ക് പരിഗണിക്കാം. പൊതുവ്യത്യാസം എത്ര? പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എളുപ്പമാണല്ലോ. ഡി സമം 17 മൈനസ് 10. അപ്പൊ നമുക്ക് 7 എന്ന് കിട്ടി. ബീജഗണിത രൂപം എഴുതുക. റൈറ്റ് ദി ആൾജിബ്രിക് ഫോം. അപ്പൊ നമുക്ക് എക്സ് എൻ കാണാൻ എന്താണ്? ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. അത് നമുക്കറിയാമല്ലോ. എന്താണ്? 7n പ്ലസ് എഫ് 10 10 മൈനസ് 7. അപ്പോൾ 7n പ്ലസ് 3. ഇതാ ഇവിടെ വൃത്തിയായി എഴുതിയിട്ടുണ്ട്. 7n പ്ലസ് 3 ഉത്തരമായി. ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണുക. ഫൈൻഡ് S20, sum of first 20 terms. S20 equal to 20/2 into first term plus 20th term. ഒന്നാം പദം പ്ലസ് 20ആം പദം. ഒന്നാം പദം എത്രയാണ്? ഇവിടെ 10 പ്ലസ് 20ആം പദം എത്രയാണ്? അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ 20ആം പദം എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് എന്നിൽ എന്നിന് 20 കൊടുക്കുന്നു. അപ്പോൾ 7 ഇൻറ്റു 20 പ്ലസ് 3 143 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് സി തുടങ്ങുമ്പോൾ ഇത് കണ്ടുപിടിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ കൊടുക്കാം. 20/2 10 10 ഇൻറ്റു 153. അപ്പൊ നമുക്ക് 1530 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമ്മൾ S20 ഇങ്ങനെ കാണുന്ന സമയത്ത് ആ സമയത്ത് X20 കണ്ടുപിടിച്ചാലും മതി. ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ട. ഓക്കെ, അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക. എ ബി വ്യാസമായി ഒരു അർദ്ധവൃത്തം വരച്ചിരിക്കുന്നു. എ സെമി സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് ലൈൻ സെഗ്മെന്റ് എ ബി ആസ് ഡയാമീറ്റർ. ഓക്കെ, അപ്പൊ എ ബി ഡയാമീറ്റർ വ്യാസമായിട്ട് ഒരു സെമി സർക്കിൾ വരച്ചിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി സി എന്ന ബിന്ദു അർദ്ധവൃത്തത്തിൽ തന്നെ ആയിരിക്കുമെന്ന് തെളിയിക്കുക. കഴിഞ്ഞില്ല, അതിനു മുമ്പ് ഒരു കാര്യം വിട്ടുപോയി. കോൺ എ സി ബി 90 ഡിഗ്രി ആയാൽ, അപ്പോൾ ഈ ചിത്രത്തിൽ കോൺ എ സി ബി ആംഗിൾ എ സി ബി 90 ഡിഗ്രി എന്ന് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സി എന്ന പോയിന്റ് ഈ സെമി സർക്കിളിൽ അർദ്ധവൃത്തത്തിൽ തന്നെ ആയിരിക്കുമെന്ന് തെളിയിക്കണം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കോൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഓർത്ത് വെക്കുക. അതായത് വ്യാസം ഡയാമീറ്റർ ഉണ്ടാക്കുന്ന കോണ് 90 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ ആ ബിന്ദുക്കൾ പോയിന്റ്സ് വൃത്തത്തിൽ തന്നെ ആയിരിക്കും. വ്യാസമുണ്ടാക്കുന്ന കോൺ 90 ഡിഗ്രി ആകുന്ന എല്ലാ ബിന്ദുക്കളും വൃത്തത്തിൽ മാത്രമായിരിക്കും. പോയിന്റ്സ് where the angle subtended by the diameter is 90 degree lie strictly on the circle. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ കൂട്ടുകാരെ, ഇവിടെ നമുക്ക് 3 സാഹചര്യങ്ങൾ നോക്കണം. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ.
നോക്കൂ, ഒന്നാമത്തെ സാഹചര്യം സി എന്ന ബിന്ദു എവിടെയാവുകയാണ്? നമ്മുടെ അർദ്ധവൃത്തത്തിന് ഉള്ളിലാവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ചിത്രം ചെറിയ രീതിയിൽ മാറ്റി വരയ്ക്കണം. എ ബി എന്ന വ്യാസം, ഇവിടെ സി എന്ന ബിന്ദു ഇങ്ങനെ കൂട്ടിയോജിപ്പിക്കുന്നു. ഓക്കെ, ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്? സി എന്ന ബിന്ദു ഉള്ളിൽ, ഇൻസൈഡ്, അതായത് നമ്മുടെ കോണ് ഉള്ളിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എസിയെ നീട്ടി വരച്ചാൽ അത് അർദ്ധവൃത്തത്തിൽ പി എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. എക്സ്റ്റെൻഡ് ദ ലൈൻ AC, it touches the semicircle at P. ഇനി APB എന്ന് പറയുന്ന ഒരു ആംഗിൾ, APB എന്ന് പറയുന്ന കോണ് 90 ഡിഗ്രി ആയിരിക്കും. APB അർദ്ധവൃത്തത്തിലെ കോണാണ്. ആംഗിൾ ഇൻ സെമി സർക്കിൾ അതെന്തായിരിക്കും? 90 ഡിഗ്രി. ഓക്കെ, അത്രയും മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ത്രികോണം BPC കൺസിഡർ ചെയ്യുക, പരിഗണിക്കുക. ത്രികോണം BPC പരിഗണിച്ചാൽ ഇവിടെ കോൺ BCA അതെന്താണ്? ഈ ത്രികോണത്തിന് പുറത്തുള്ള കോൺ, എക്സ്റ്റീരിയർ ആംഗിൾ, പുറംകോണാണ്. കോൺ BCA പുറംകോൺ, എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഇനി പുറംകോൺ എന്ന് പറയുന്നത്, പുറംകോണിന്റെ അളവ് കോൺ BCA എന്ന് പറയുന്നത് എന്തായിരിക്കും? ത്രികോണം BPCയിലെ ഇതിന്റെ ഇതല്ലാത്ത രണ്ട് അകക്കോണുകളുടെ തുകയായിരിക്കും. അതായത് the sum of two interior angles CPB and CBP. ഇപ്പോൾ BCA എന്ന് പറയുന്നത് കോൺ CPB പ്ലസ് ഈ കോൺ CBP. ഇനി ഇവിടെ കോൺ CPB 90 ആണെന്ന് നമുക്കറിയാം. 90 പ്ലസ് കോൺ CBP, അതായത് ഇവിടെ എന്ത് സംഭവിക്കും? കോൺ BCA 90-നേക്കാൾ വലുതാണ്. അതായത് വ്യാസം, ഡയാമീറ്റർ ഹൈപ്പോട്ടുനിയസ് ആയി വരുന്ന, കർണമായി വരുന്ന ഒരു എന്ത് എടുക്കുകയാണ്? ഇവിടെ ഒരു ത്രികോണം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ ബിന്ദു അകത്താണെങ്കിൽ അത് 90 ഡിഗ്രിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് പുറത്താണ് എന്ന് വിചാരിക്കുക. രണ്ടാമത്തെ സാഹചര്യം ഞാൻ റഫായിട്ട് വരയ്ക്കുന്ന സമയത്ത് അത് ശരിയാവില്ല, എന്നാലും ഓക്കെ. AB വ്യാസമായി വരുന്ന ഒരു അർദ്ധവൃത്തം. ഇനി നമുക്ക് എന്താണ്? കോൺ ACB, അതിൽ C പുറത്താണ്. അപ്പം നമുക്ക് ഇവിടെ കണ്ടോ,
ACB ഇങ്ങനെ വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ AC അർദ്ധവൃത്തത്തെ കൂട്ടിമുട്ടുന്ന ബിന്ദു നമുക്ക് P എന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് APB ഇങ്ങനെ ഒരു കോണ് കിട്ടും. ഇത് 90 ഡിഗ്രിയാണ്. കാരണം കോൺ APB അർദ്ധവൃത്തം സെമി സർക്കിളുള്ള കോണാണ്, ആംഗിൾ ആണ്. കോൺ APB 90 ഡിഗ്രി. ഇനി കൂട്ടുകാരെ, ഇവിടെ നമ്മൾ ത്രികോണം BPC എടുക്കൂ. ത്രികോണം BPC അത് പരിഗണിച്ചാൽ നമ്മുടെ കോൺ APB പുറംകോണാണ്, എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കോൺ APB സമം എന്തെഴുതാം? ഇത് പ്ലസ് ഇത്, കോൺ PBC പ്ലസ് കോൺ PCB. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് കോൺ ACB ആണല്ലോ, അല്ലേ? കോൺ ACB ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ നോക്കൂ, കോൺ വലിയ ത്രികോണം എടുത്താൽ മതിയായിരുന്നു. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. BPC തന്നെ എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ വന്നു. ഇനി എന്താണ് സംഭവിക്കുന്നത്? കോൺ BPC എന്താ നോക്കൂ. കോൺ PCB, കോൺ PBC എന്ന് പറയുന്നത് ഇതാണ്, PCB ഇതാണ്. കറക്റ്റാ. അപ്പൊ നമുക്ക് ഇവിടെ APB എത്രയാണ്? 90 ആണ്. 90 സമം കോൺ PBC പ്ലസ് കോൺ PCB. ഇങ്ങനെ ആവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ കോൺ PCB സമം 90 മൈനസ് കോൺ PBC, അല്ലേ? ക്ലിയർ അല്ലേ? അതായത് കോൺ PCB 90 മൈനസ് ഇതായതുകൊണ്ട് ഇത് 90-നേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ PCB, ഈ പീനെ നമ്മൾ ഇങ്ങോട്ടേക്ക് നീട്ടി വരച്ചാൽ എന്താണ്? എയിലെത്തും. അപ്പോൾ AP എന്ന അതേ വര തന്നെയാണ് AC. AC എന്ന് പറയുന്നത് AC-യും PC-യും ഒരേ വര തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തുകൂടി പറയാം? കോൺ ACB അത് 90-നേക്കാൾ കുറവാണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം മനസ്സിലാക്കിയത് എന്താണ്? C എന്ന ബിന്ദു അകത്താണെങ്കിൽ എന്തായി? നമ്മുടെ കോൺ ACB 90-നേക്കാൾ വലുതാണ്. ഇനി C എന്ന ബിന്ദു പുറത്താണെങ്കിൽ കോൺ ACB 90-നേക്കാൾ ചെറുതാണ്. ഇനി മൂന്നാമത്തെ സാഹചര്യം എന്താണ്?
നമ്മുടെ ബിന്ദു അർദ്ധവൃത്തത്തിലാണെങ്കിൽ അത് തീർച്ചയായും 90 ഡിഗ്രിയാണ്. അർദ്ധവൃത്തത്തിലെ കോൺ എപ്പോഴും 90 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് എന്താണ് ഇവിടെ നമുക്ക് സി എന്ന ബിന്ദു അർദ്ധവൃത്തത്തിൽ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് വ്യാസമായി ഒരു അർദ്ധവൃത്തം വരച്ചിട്ടുണ്ട്. കോൺ ACB 90 ഡിഗ്രി ആയാൽ സി എന്ന ബിന്ദു അർദ്ധവൃത്തത്തിൽ തന്നെ ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒന്നുകൂടി നോക്കൂ. ഒന്നാമത്തെ കേസ് സാഹചര്യം എന്നാണ് വേണ്ടത്. കേസ് 1 ഏതാണ്? ഉള്ളിൽ സി എന്ന ബിന്ദു എന്താണ്? നമ്മുടെ അർദ്ധവൃത്തത്തിന് ഉള്ളിലാണ്. ഓക്കെ, ഉള്ളിലാവുന്ന സമയത്ത് കോൺ APB 90 ഡിഗ്രിയാണ്. എന്നിട്ട് നമ്മൾ പറഞ്ഞിരുന്നു കോൺ ACB പുറം കോണായിരിക്കും, അത് 90 ഡിഗ്രിയാണെന്ന് നമ്മൾ ആ ചിത്രം വരച്ച് സ്ഥാപിച്ചു. ഇനി പുറത്താണെങ്കിൽ കോൺ APB എന്താണ്? ഒരു പുറംകോണായിട്ട് കിട്ടി അല്ലേ? ഇവിടെ APB പുറംകോണായിട്ട് വന്നു, എക്സ്റ്റീരിയർ ആംഗിൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? 90 സമം കോൺ ACB പ്ലസ് കോൺ PBC എന്ന് എഴുതി. ACB പ്ലസ് PBC അങ്ങനെ എഴുതാം. അതായത് നമ്മൾ PCBക്ക് പകരം ഇവിടെ നേരിട്ട് ACB എന്ന് എഴുതിയതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ACB 90 മൈനസ് കോൺ PBC, അതുകൊണ്ട് 90-നേക്കാൾ ചെറുതാണെന്ന് കിട്ടും. ഇനി വൃത്തത്തിൽ ഓൺ ദി സർക്കിൾ, അപ്പോ അർദ്ധവൃത്തത്തിലെ കോണാണ്. ആംഗിൾ ഇൻ സെമി സർക്കിൾ അത് 90 ഡിഗ്രിയാണ്. ഇതിൽ നിന്നും നമുക്ക് എന്ത് തീരുമാനത്തിലെത്താം? എന്താണ് കൺക്ലൂഷൻ? ഇവിടെ കോൺ ACB സമം 90 ഡിഗ്രി ആയതിനാൽ, ഇവിടെയല്ല ചോദ്യത്തിൽ, ക്വസ്റ്റ്യനിൽ കോൺ ACB 90 ഡിഗ്രി ആയതിനാൽ ഇവിടെ ഇത് വരില്ല, ഇത് വരില്ല. സി ഉള്ളിലോ പുറത്തോ ആകില്ല. നോട്ട് ഇൻസൈഡ് നോട്ട് ഔട്ട്സൈഡ്. അതെന്തായിരിക്കും? സി നിർബന്ധമായും അർദ്ധവൃത്തത്തിൽ തന്നെ ആയിരിക്കും. സിൻസ് angle ACB is 90 degree, point C cannot be inside or outside. Hence, vertex C must lie strictly on the semicircle. Okay. ഇത് ഒന്നുകൂടി നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. നല്ല ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇനി 55-ാമത്തെ 55th ക്വസ്റ്റ്യൻ നോക്കൂ. 1, 2, 3, 4 എന്നിവ ഉപയോഗിച്ച് ആവർത്തനമില്ലാത്ത 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കുന്നു. 4 digit numbers formed using 1, 2, 3, 4 without repetition. ആകെ സംഖ്യകൾ എത്ര? അപ്പോൾ കൂട്ടുകാരെ, ഇവിടെ നമുക്ക് 4 അക്ക സംഖ്യയാണ് വേണ്ടത്. 1, 2, 3, 4. അപ്പൊ ഇവിടെ യൂണിറ്റ് പ്ലേസ് 1-ാം സ്ഥാനം, 10-ാം സ്ഥാനം, 100-ാം സ്ഥാനം, 1000-ാം സ്ഥാനം. ഓക്കെ, യൂണിറ്റ് 10th പ്ലേസ്, 100th പ്ലേസ്, അതുപോലെ 1000 പ്ലേസ്. അപ്പോ ഈ 4-ൽ ആര് വേണമെങ്കിലും ഇവിടെ വരാം. അപ്പൊ ഇവിടെ നമുക്ക് 4 സാധ്യതകളാണുള്ളത്. ഇനി റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇതിൽ ഞാൻ 1-ആണ് എടുത്തതെങ്കിൽ ബാക്കി ഇനി 1 വരാൻ പാടില്ല. ബാക്കി എത്രയുണ്ടാവുക? 3. 2-ആണ് എടുക്കുന്നെങ്കിൽ 1, 3, 4. 3-ആണെങ്കിൽ 1, 2, 4. അപ്പൊ ഇവിടെ 3 സാഹചര്യങ്ങളാണുള്ളത്. ഓക്കെ,
അപ്പോ ഇവിടെ നിന്ന് നമുക്ക് എത്ര രീതികൾ ഉണ്ടാവാം? ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ 1 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 12, 13, 14 എന്ന് വരാം. 2 എടുക്കുന്നതെങ്കിൽ 21, 23, 24 വരാം. 3 എടുക്കുന്നതെങ്കിൽ 31, 32, 34 വരാം. 4 എടുക്കുന്നെങ്കിൽ 41, 42, 43 എന്ന് വരാം. ഓക്കെ, അപ്പോ 2 അക്ക സംഖ്യകൾ നമുക്ക് എത്ര എണ്ണം കിട്ടും? 4 × 3 12 എണ്ണം കിട്ടും. ഇനി ഇവിടെ എന്താണ്? ഇതിൽ നിന്നും 2 എണ്ണം എടുക്കാൻ പാടില്ല. ബാക്കി 2-ൽ ആരെങ്കിലും ഒരാളെ എടുക്കാം. അതാണ് ഇവിടെ 2. അപ്പോ ഈ ഓരോന്നിലും നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഇവിടെ ഞാൻ 12 എടുത്താൽ ഇതിന്റെ കൂടെ എനിക്ക് 3 ചേർക്കാം, അല്ലെങ്കിൽ എനിക്ക് 4 ചേർക്കാം. ഇതിൽ ഓരോന്നിനോടും 2 വെച്ച് ചേർക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് 12 ആണുള്ളത് അല്ലേ? ഓരോന്നിനോടും 2 ചേർക്കാം. അപ്പോ നമുക്ക് ഇവിടെ എത്ര എണ്ണം കിട്ടും? 24 എണ്ണം കിട്ടും. അതാണ് 4 × 3 × 2. ഇവിടെ ഇനി ഒരെണ്ണേ ഉള്ളൂ ബാക്കി. അപ്പോ 1. അപ്പൊ നമുക്കിവിടെ ആകെ സംഖ്യകൾ, ആകെ 4 അക്ക സംഖ്യകൾ 4 × 3 × 2 × 1 24. അപ്പോൾ ടോട്ടൽ 4 ഡിജിറ്റ് നമ്പേഴ്സ്. ആകെ 4 അക്ക സംഖ്യകൾ 24. ഓക്കെ, ഇനി 4000-ൽ കൂടുതലാകാനുള്ള സാധ്യത എത്ര? Probability that the 4-digit number is greater than 4000. അപ്പോ 4000-നേക്കാൾ കൂടണമെങ്കിൽ എന്താണ്? നമ്മുടെ 1000-ന്റെ സ്ഥാനത്ത് നിർബന്ധമായും 4 വേണം. വേണ്ടേ? കാരണം ഇവിടെ 1, 2, 3, 4 എന്നാണുള്ളത്. 1 വെച്ച് തുടങ്ങാൻ പറ്റില്ല, 2 വെച്ച് തുടങ്ങാൻ പറ്റില്ല, 3 വെച്ച് തുടങ്ങാൻ പറ്റില്ല, 4 വെച്ച് തന്നെ തുടങ്ങണം. അപ്പൊ നമ്മള് ഈ സ്ഥാനത്ത് 4-നെ ഉറപ്പിച്ചു. ഇനി നമുക്ക് 3 സ്ഥാനങ്ങളാണുള്ളത്. എത്ര എണ്ണം ബാക്കിയുണ്ട്? 3 സംഖ്യകളാണ് ബാക്കിയുള്ളത്. ഇവിടെ 3 രീതിയിൽ, ഇവിടെ 2 രീതിയിൽ, ഇവിടെ 1 രീതിയിൽ. അപ്പോ എന്താണ്? ഇത് ഒരു രീതിയാണ്. 1 × 3 × 2 × 1. കാരണം ഇവിടെ 4 മാത്രമേ വരൂ, അതുകൊണ്ട് ഒരു രീതി. ഇനി 4-ൽ നിന്നും ഒരെണ്ണം എടുത്ത് മാറ്റി, അത് 4-നെ മാറ്റി. 4 മാറ്റിക്കഴിഞ്ഞാൽ ഇനി ആരാ ഉള്ളത്? 1, 2, 3. ഇതിൽ ആര് വേണമെങ്കിലും ഇവിടെ വരാം. 3, പിന്നെ ഇവിടെ 2, ഇവിടെ 1, ബാക്കിയുള്ള ഒരെണ്ണം. അപ്പൊ ഇവിടെ എത്രയാ? 3, 2, 6. അപ്പോൾ 4-ൽ തുടങ്ങുന്ന സംഖ്യകളുടെ എണ്ണം, the numbers starts with 4. അതിന്റെ കൗണ്ട് 6. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 4000-നേക്കാൾ കൂടുതലാകാനുള്ള സാധ്യത, 4-ൽ തുടങ്ങുന്ന സംഖ്യകളുടെ എണ്ണം 6 ആകെ സംഖ്യകൾ 24. അപ്പൊ നമുക്ക് 1/4 എന്ന് കിട്ടും. സാധ്യത, പ്രോബബിലിറ്റി ഈക്വൽ ടു 6/24, 1/4 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത. ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത എന്തായിരിക്കും? ഇരട്ട സംഖ്യ ആവണമെങ്കിൽ നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ സംഖ്യകൾ. ഈ സംഖ്യകളിൽ നമ്മുടെ 1-ാം സ്ഥാനത്ത്
ഒറ്റയുടെ സ്ഥാനത്ത് യൂണിറ്റ് പ്ലേസിൽ വൺസ് പ്ലേസിൽ എന്ത് വരണം? ഒന്നെങ്കിൽ 2 വരണം, അല്ലെങ്കിൽ 4 വരണം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഞാൻ 2 എന്നുള്ളത് ഫിക്സ് ചെയ്തു, 4ന് മറക്കുക. 2ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താണ്? ഇവിടെ ബാക്കിയുള്ള 3ൽ ആര് വേണമെങ്കിലും വരാം. ഇവിടെ 2നെ ഫിക്സ് ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കട്ടെ. ഇത് 3, 1, 3, 4 ഇതിൽ ആര് വേണമെങ്കിലും വരാം. ഇനി ബാക്കിയുള്ള 2 പേരിൽ ആര് വേണമെങ്കിലും ഇവിടെ വരാം. അപ്പൊ 2 സാധ്യത. ബാക്കിയുള്ള ഒരുത്തൻ ഇവിടെ വരാം. അപ്പൊ ആകെ സാധ്യതകൾ ഇതിനെ ഗുണിക്കുക. 1 × 2 × 3 6. ഓക്കെ, അപ്പോ യൂണിറ്റ് പ്ലേസ് ഫസ്റ്റ് പ്ലേസ് അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് 2 വരുന്ന 6 സംഖ്യകൾ ഉണ്ടായിരിക്കും. വേണമെങ്കിൽ എഴുതി നോക്കാം. 2 ഇവിടെ വരേണ്ടത്. 1, 2, 3, 4, 5, 6 ഉണ്ടായിരിക്കും എന്നാ പറഞ്ഞ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 3 എണ്ണമാണല്ലോ ബാക്കിയുള്ളത്. ഇവിടെ 1 വരാം, 3 വരാം, 4 വരാം. ഇനി 1 ഇവിടെ 4 ഇവരെ തിരിച്ചിടാം. 1, 4, 3 എന്ന് വരാം. ഇനി നമുക്ക് 1ന് പകരം 3 എടുത്തു കഴിഞ്ഞാൽ 3, 1, 4, 2 3142. ഇവിടെ 3 ഇവര് തിരിച്ചിടുക. 4, 1, 2. ഇനി 4 ഇവിടെ വരുന്നതെങ്കിൽ 1, 3, 2. 4, 3, 1, 2. അപ്പോൾ 2 അവസാനിക്കുന്ന 6 എണ്ണമുണ്ട്. ഇതേപോലെ നമുക്ക് 4 അവസാനിക്കുന്ന 6 എണ്ണം കൂടി ഉണ്ടാവും. ഓക്കെ, ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത കാണാൻ ഇരട്ട സംഖ്യകളുടെ എണ്ണം. ഇരട്ട സംഖ്യ ആവണമെങ്കിൽ 2ലോ 4ലോ അവസാനിക്കണം. അപ്പൊ നമുക്ക് 6 + 6 12 സംഖ്യകൾ ഉണ്ടാവും. അതോർക്കുക. ഓക്കെ, ഇനി സാധ്യത എന്ന് പറയുന്നത് എന്താണ്? 12 ആകെ സംഖ്യകൾ 24, 1/2. ഒന്നുകിൽ ഇതുപോലെ എഴുതി നോക്കി ചെയ്യാം, അല്ലെങ്കിൽ എളുപ്പത്തിൽ എന്ത് ചെയ്യാ? എളുപ്പത്തിൽ ചെയ്യാൻ 4 അക്ക സംഖ്യ ഇങ്ങനെയാണ്. ഇനി ഒറ്റയുടെ സ്ഥാനത്ത് 2 വരണം. ബാക്കി 3ൽ ആര് വേണമെങ്കിലും ഇവിടെ വരാം. അതുകൊണ്ട് ഇത് 3 സാധ്യത, ഇത് 2 സാധ്യത, ഇത് 1 സാധ്യത. അപ്പൊ ഇവിടെ 1 × 2 × 3 6. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 2 വരുന്ന സംഖ്യകൾ 6 എണ്ണം. ഇനി 2ന് പകരം നമുക്ക് 4 ഇടാം. 4 ഇട്ട് കഴിഞ്ഞാൽ അവിടെയും 6 എണ്ണം വരും. അപ്പോ ആകെ 12. അങ്ങനെ എഴുതാം. ഓക്കെ, കാണുമ്പോൾ എളുപ്പം തോന്നും, പക്ഷെ ആലോചിച്ച് ചെയ്യണം. ഓക്കെ, ഇനി 56ാമത്തെ ചോദ്യം നോക്കൂ. ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം xn = 6n + 1. ആദ്യ പദവും പൊതുവ്യത്യാസവും കാണുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് xn = dn + f - d ആണെന്നറിയാം. അപ്പോൾ d പൊതുവ്യത്യാസം എത്രയായിരിക്കും? 6 ആയിരിക്കും. നേരിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതാ. ഇനി ആദ്യ പദം എങ്ങനെ കാണാം? ആദ്യ പദം കാണാൻ എളുപ്പമല്ലേ? n-ന് 1 കൊടുത്താൽ മതി. n 1 ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ? x1 = 6 + 1 7 എന്ന് കിട്ടി. ഓക്കെ, സിമ്പിൾ. xn = dn + f - d ആയതുകൊണ്ട് d = 6. ഇനി
ആദ്യ n പദങ്ങളുടെ തുക എഴുതുക. ഓ, ഇത് എളുപ്പമാണല്ലോ. നമുക്ക് n പദങ്ങളുടെ തുക സം ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ് Sn ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് nth ടേം, എന്നാം പദം. നമുക്ക് n/2 ഇൻറ്റു ഒന്നാം പദം 7 പ്ലസ് xn ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 6n പ്ലസ് 1. അപ്പൊ നമുക്കിവിടെ n/2 ഇൻറ്റു 7 1 8 പ്ലസ് 6n, അതായത് ഇതിനെ 2 കൊണ്ട് ഹരിക്കാം, ഇതിന് 2 കൊണ്ട് ഹരിക്കാം. അപ്പൊ നമുക്ക് n ഇൻറ്റു 8നെ 2 കൊണ്ട് ഹരിച്ചാൽ 4 പ്ലസ് 6/2 3 3n. ഇതിനെ നമുക്ക് വിപുലീകരിച്ചെഴുതാം, എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ നമുക്കിവിടെ 4n പ്ലസ് 3n². ഇത് റീറൈറ്റ് ചെയ്യുമ്പോൾ, മാറ്റി എഴുതുമ്പോൾ 3n² പ്ലസ് 4n. ഓക്കെ, അപ്പോൾ ആദ്യ n പദങ്ങളുടെ തുക സം ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ് 3n² പ്ലസ് 4n. ഇനി ചോദിച്ചിരിക്കുന്നത് നോക്കൂ, ആദ്യത്തെ 30 പദങ്ങളുടെ തുക കാണുക. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 30 ടേംസ്. അപ്പോൾ S 30 സമം 30/2 ഇൻറ്റു, അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് നേരിട്ട് ഉപയോഗിക്കാം. S 30 സമം ഇവിടെ എന്ത് കൊടുക്കുക, 3 ഇൻറ്റു 30² പ്ലസ് 4 ഇൻറ്റു 30. അപ്പൊ ഇവിടെ 3നെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 9, 900. 3 ഇൻറ്റു 900 പ്ലസ് 120, അതായത് 9 3 27 2 0 പ്ലസ് 120. അപ്പോൾ 28 20 2820 ഇതാ. ഓക്കെ, ഓക്കെ. ഇനി 57ാമത്തെ ചോദ്യം നോക്കൂ. ചിത്രത്തിൽ കോൺ APC 80 ഡിഗ്രി. APC ഇത് 80 ഡിഗ്രി. AC ചാപത്തിന്റെ കേന്ദ്രകോൺ 100 ആണ്. അപ്പോ എയിൽ നിന്നും സിയിൽ നിന്നും ഇതിന്റെ വൃത്തകേന്ദ്രത്തിലേക്ക്, സെന്ററിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഒരു വര വരയ്ക്കണം. അപ്പൊ നമുക്കൊരു ആംഗിൾ കിട്ടും. അതാണ് എന്ത് വരുന്നത്, കേന്ദ്രകോൺ വരുന്നത്. അത് ഞാൻ വരയ്ക്കുന്നില്ല. ഓക്കെ, നമുക്ക് വരയ്ക്കാം. അപ്പൊ അതാകെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇവിടെ ഓ, ഈ കോണാണ് എന്ത്, 100 ഡിഗ്രി. ഓക്കെ, ചോദ്യം എന്താണ്, കോൺ ADC എത്ര? ഇവിടെ നോക്കൂ, നമ്മുടെ കേന്ദ്രകോൺ വരുന്നത് ഈ ഭാഗത്താണ്. ഇതിന്റെ ഈ ചാപത്തിന്റെ കേന്ദ്രകോണാണ് AOC. അത് 100 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആൾട്ടർനേറ്റ് ആർക്ക്, മറുചാപമാണ് ADC. അപ്പൊ നമുക്ക് 80ന്റെ പകുതി. കോൺ ADC സമം 80 അല്ല 100, സോറി, ഇവിടെ 100 ആണ്. AOCയുടെ പകുതി 100/2 50 ഡിഗ്രി. ഓർക്കുക. ഓക്കെ, D
മറുചാപത്തിലാണ്. alternate arc. D in alternate arc. അതുകൊണ്ട് എന്തായിരിക്കും? 100/2 50. ഇനി കോൺ PAD എത്ര? അതെവിടെയാ? ഈ ബിന്ദുവാണ് P, ഇത് A. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഡിയിലേക്ക് ഒരു വര വരയ്ക്കാം. ഓക്കെ, അപ്പോ ഇത് എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, രണ്ട് രീതി ചെയ്യാം കേട്ടോ കൂട്ടുകാരെ. PAD ഇവിടെ നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ നമുക്ക് ADC 50 എന്ന് കിട്ടി. ADC അതായത് ഈ കോണ് നമുക്ക് 50 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് രണ്ട് രീതി ചെയ്യാം. ഒരു രീതി എന്താന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കോൺ APD, ഇവിടെ P എന്നുണ്ടേ, പ്ലസ് കോൺ APC, ഇത് രണ്ടും കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. കാരണം ഇവരെന്താണ്? ഈ ഒരു വര DCയെ AB കട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഇവ രേഖീയ ജോഡികൾ, ലീനിയർ പെയേഴ്സ് ആണ്. ഇനി കോൺ ADC, കോൺ APD പ്ലസ് കോൺ APC 180. ഓക്കെ. ഇനി ഇവിടെ APC എത്രയാണ്? 80 ആണ്. അപ്പൊ നമുക്ക് കോൺ APD പ്ലസ് 80 180. അതിൽ നിന്നും APD 180 മൈനസ് 80 100 എന്ന് കിട്ടും. അതായത് ഈ കോണ് 100 ആണെന്ന് കിട്ടും. ഇത് 100ഉം ഇത് 50ഉമാണ്. അപ്പൊ ഇതെന്തായിരിക്കും? 30 ആയിരിക്കും. കോൺ PAD സമം 180 മൈനസ് ബ്രാക്കറ്റില് 50 പ്ലസ് 100. അപ്പൊ നമുക്ക് 30 എന്ന് കിട്ടും. ഇതാണ് ഒരു രീതി. ഇനി രണ്ടാമത്തെ രീതി നോക്കൂ. രണ്ടാമത്തെ രീതിയിൽ ത്രികോണം AOD എടുത്താൽ APC, കോൺ APC എന്താണ്? പുറംകോണാണ്, എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഇനി അതിൻ്റെ തുക കോൺ APC എന്ന് പറയുന്നത്, അതിൻ്റെ വില, ആ കോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ട് അകക്കോണുകൾ, രണ്ട് ഇന്റീരിയർ ആംഗിളിന്റെ സം ആയിരിക്കും. അത് കോൺ ADP പ്ലസ് കോൺ PAD ഇങ്ങനെയായിരിക്കും. ഇനി ADP 50 ഡിഗ്രിയാണ്, ഇത് 50 ഡിഗ്രിയാണ്, ഇവൻ 80 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് PAD 80 മൈനസ് 50 30 എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കോൺ PAD, ഇവിടെ PAD എന്ന് പറയുന്നത് 80 മൈനസ് 50 എന്ന് ഉപയോഗിച്ചു. ഓക്കെ, ഇനി മൂന്നാമത്തെ പാർട്ട് നോക്കൂ. BD ചാപത്തിന്റെ കേന്ദ്രകോൺ എത്ര? സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് BD. ആർക്ക് BD നോക്കാം. ഇതാണ് ആർക്ക് BD. ഓക്കെ, അപ്പോ
ഈ ആർക്കിന്റെ ആൾട്ടർനേറ്റ് ആംഗിൾ മറുചാപമാണ് DAC. ഓക്കെ, DAC അല്ല, സോറി, DACB, ഈ ചാപം, ഈ ആർക്ക്. അപ്പൊ നമുക്കേ ഇവിടെ നോക്കൂ, DAB എന്ന ആംഗിള് ഡിയിൽ നിന്നും എയിലേക്ക് പോയി, എന്ന് ബിയിലോട്ട് പോയി. അപ്പൊ അത്രയും സാധനം എന്താണ്, നമ്മുടെ ആ മറുചാപത്തിലാണ് കിടക്കുന്നത്, അല്ലേ? അപ്പോ നമുക്ക് എന്ത് പറയാം? DB എന്ന, അതായത് BD എന്ന ചാപത്തിന്റെ കേന്ദ്രകോൺ മറുചാപത്തിലുള്ള കോണിന്റെ ഇരട്ടിയായിരിക്കും. അപ്പോൾ BDയുടെ സെൻട്രൽ ആംഗിൾ ഈക്വൽ ടു 2 ഇൻറ്റു കോൺ DAB, അതായത് 2 ഇൻറ്റു 30, 60 എന്ന് കിട്ടും. ഓക്കെ, ഇത് കോൺ ഇങ്ങനെയാണ്, PAD, അതാണ് ഇവിടെ നമ്മൾ കണ്ടുവച്ചിരിക്കുന്നത്. DAP എന്നും പറയാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ 2 ഇൻറ്റു കോൺ PAD 60 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി 58ാമത്തെ ചോദ്യം നോക്കൂ. ഒരു സമാന്തര ശ്രേണിയുടെ 3-ാം പദം പ്ലസ് 8-ാം പദം 35-ഉം 5-ാം പദം പ്ലസ് 10-ാം പദം 47-ഉമാണ്. പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് D കാണുക. അപ്പം നമുക്കിത് ചെയ്ത് നോക്കണം. അതിന് എന്ത് ചെയ്യാം? ഓക്കെ, ഇവിടെ 3-ാം പദം x3 പ്ലസ് x8 സമം 35. ഇതില് 3-ാം പദത്തിന് നമുക്ക് 1-ാം പദം f പ്ലസ് പൊതുവ്യത്യാസം 2 പ്രാവശ്യം കൂട്ടിയാൽ പോരെ, f പ്ലസ് 2d എന്ന് എഴുതാം. പ്ലസ് 8-ാം പദത്തിന് 1-ാം പദം പ്ലസ് 7 ഇൻറ്റു പൊതുവ്യത്യാസം സമം 35 എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്കിവിടെ എഫും കൂട്ടിയാൽ 2f പ്ലസ് 2d പ്ലസ് 7d 9d സമം 35. ഇത് നമുക്ക് എടുത്തു വെക്കാം. ഇത് 1-ാമത്തെ സമവാക്യമായിട്ട് എടുക്കാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി 5-ാം പദം 5th ടേം പ്ലസ് 10th ടേം 10-ാം പദം സമം 47. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1-ാം പദം പ്ലസ് 4 പൊതുവ്യത്യാസം പ്ലസ് 1-ാം പദം പ്ലസ് 9d സമം 47. എഫും 2f പ്ലസ് 4d പ്ലസ് 9d 13d സമം 47. ഇതിന് നമുക്ക് സമവാക്യം 2 എന്നെടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കൂ കൂട്ടുകാരെ, ഇത് 2f ആണ്, ഇത് 2f ആണ്. അപ്പോൾ സമവാക്യം 2ന്റെ വലതുവശം റൈറ്റ് സൈഡ് 47, ഇവിടെ 35. 2-ൽ നിന്നും 1 കുറയ്ക്കാം. സമവാക്യം 2 മൈനസ് സമവാക്യം 1 ചെയ്യുമ്പോൾ 2f മൈനസ് 2f ക്യാൻസൽ ആയിപ്പോയി. 13d മൈനസ് 9d 4d സമം 47 മൈനസ് 35 എത്ര കിട്ടും? 12.
അല്ലേ? അപ്പോൾ ഡി 12/4 3. പൊതുവ്യത്യാസം 3 കിട്ടി. ഓക്കെ, ഇതാ. ഇനി ഒന്നാം പദം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡി ഈക്വൽ ടു 3 എന്ന് ഒന്നാമത്തെ സമവാക്യത്തിൽ കൊടുക്കാം. പുട്ട് ഡി ഈക്വൽ ടു 3 ഇൻ ഇക്വേഷൻ 1. അപ്പൊ നമുക്ക് 2f പ്ലസ് 9 ഇൻറ്റു 3 സമം 35. ഇതിൽ നിന്നും 2f പ്ലസ് 27 35 എന്ന് കിട്ടും. 2f 35 മൈനസ് 27 8 എന്ന് കിട്ടും. എഫ് 8/2 4 എന്ന് കിട്ടും. ഒന്നാം പദം 4, ഫസ്റ്റ് ടേം 4 എന്ന് കിട്ടും. ഇതാ. ഓക്കെ, ഇതാ ഇത് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം, ആൾജിബ്രിക് ഫോം xn. അത് നമുക്ക് എഴുതാം. xn എങ്ങനെയാണ്? xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. അപ്പൊ നമുക്ക് xn ഈക്വൽ ടു d3 പ്ലസ് f4 മൈനസ് 3. അപ്പൊ നമുക്ക് 3n പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ഉത്തരം. xn ഈക്വൽ ടു 3n പ്ലസ് 1. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. 2 പെട്ടികളുണ്ട്. ഒന്നാമത്തെ പെട്ടിയിൽ 6 ചുവപ്പും 4 കറുപ്പും, ആകെ 10. രണ്ടാമത്തെ പെട്ടിയിൽ 5 ചുവപ്പ്, 5 റെഡും 5 കറുപ്പും ബ്ലാക്കും, അതിലും 10 എണ്ണം. രണ്ടിൽ നിന്നും ഓരോന്നെടുക്കുന്നു. അപ്പൊ നമുക്ക് ആകെ എത്ര ജോഡികൾ ഉണ്ടാവും? 10 ഇൻറ്റു 100. ആകെ ടോട്ടൽ പെയേഴ്സ് 100. ഓക്കെ, ഇനി രണ്ടും ചുവപ്പാകാനുള്ള സാധ്യത, പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ആർ റെഡ്. അപ്പൊ നമുക്ക് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് രണ്ടും റെഡ്, അപ്പൊ r എന്ന് കാണിക്കാം. ഓക്കെ, അതെന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടും ചുവപ്പാവാനുള്ള സാധ്യത എത്രയാണ്? ആദ്യത്തേതിൽ നമുക്ക് 6 ചുവപ്പാണുള്ളത്. ഇതിലെ ഓരോ ചുവപ്പിനും ഇവിടെ നമുക്ക് 5 ചുവപ്പ് കിട്ടാം. അപ്പൊ നമുക്ക് 6 ഇൻറ്റു 5, രണ്ടും ചുവപ്പ്, അതായത് ബോത്ത് റെഡ്. അതിന്റെ പ്രോബബിലിറ്റി എന്നോട് എഴുതുന്നത്. അപ്പോ രണ്ടും റെഡ് ആവാനുള്ള ജോഡികളുടെ എണ്ണം 6 ഇൻറ്റു 5 30. ഓക്കെ, രണ്ടും ചുവപ്പ് വരുന്ന
ജോഡികളുടെ എണ്ണം. ജോഡികൾ 6 × 5 30. ഓക്കെ. ബോത്ത് റെഡ് പെയേഴ്സ് ഈക്വൽ ടു 30. അപ്പൊ ഇനി രണ്ടും ചുവപ്പാവാനുള്ള സാധ്യത, പ്രോബബിലിറ്റി ഓഫ് ബോത്ത് റെഡ് അല്ലെങ്കിൽ പി ഓഫ് രണ്ടും ചുവപ്പ് 30 ആകെ 100. അപ്പൊ നമുക്ക് 3/10 എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ. ഇനി ഒന്നെങ്കിലും ചുവപ്പാവാനുള്ള സാധ്യത. ഒന്നെങ്കിലും ചുവപ്പാവുക എന്ന് പറയുമ്പോൾ ആദ്യത്തേത് ചുവപ്പും രണ്ടാമത്തേത് കറുപ്പുമാവാം. ഇതാണ് ഒരു സാഹചര്യം. രണ്ടാമത്തെ സാഹചര്യം എന്താണ്? ഇവിടെ ബ്ലാക്കും ഇവിടെ റെഡും വരാം. ഒന്നെങ്കിലും ചുവപ്പാവുക എന്ന് പറയുമ്പോൾ രണ്ടും ചുവപ്പാവാം. ഇങ്ങനെ 3 സാഹചര്യങ്ങൾ കണ്ടുപിടിക്കണം. അതിനേക്കാൾ എളുപ്പം എന്താണ്? നമുക്ക് രണ്ടും ബ്ലാക്ക് ആവാനുള്ള സാഹചര്യം നോക്കുക. അതിൽ നിന്നും നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താം. ഓക്കെ. ആകെ നമുക്ക് 4 സാഹചര്യങ്ങളാണ് ഉള്ളത്. നമുക്ക് ഈ 3 സാഹചര്യങ്ങളാണ് വേണ്ടത്. 4 സാഹചര്യങ്ങളുടെയും തുക ഒന്നായിരിക്കും. അതിൽ നിന്നും രണ്ടും ബ്ലാക്ക് ആവാനുള്ള സാധ്യത കുറച്ചാൽ ഈ 3 സാധ്യത കിട്ടും. ഒന്നെങ്കിലും ചുവപ്പാവാനുള്ള സാധ്യത, അറ്റ്ലീസ്റ്റ് 1 റെഡ് എന്ന് പറയുമ്പോൾ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബ്ലാക്ക്, രണ്ടും കറുപ്പ്. ഓക്കെ. ഇനി രണ്ടും കറുപ്പാവാനുള്ള സാധ്യത എത്രയാണെന്ന് നോക്കൂ. പ്രോബബിലിറ്റി ഓഫ് രണ്ടും കറുപ്പ്, ബോത്ത് ബ്ലാക്ക് നോക്കാം. അപ്പൊ നമുക്കിവിടെ ആദ്യ പെട്ടിയിൽ 4 എണ്ണം ഉണ്ട്, രണ്ടാമത്തതിൽ 5 എണ്ണം ഉണ്ട്. അപ്പോൾ ഓരോന്നിനും 5 എണ്ണം വെച്ച് 4 × 5 ബ്ലാക്ക് ആണ് ആകെയുള്ളത്, അല്ലേ? അപ്പോ ബ്ലാക്ക് പെയേഴ്സ്, കറുത്ത ജോഡികൾ എത്രയാണ്? 4 × ഇത് ബി ആണ്, 5, 20. അപ്പോ രണ്ടും കറുപ്പാവാനുള്ള സാധ്യത 20 ആകെ എത്രയാണുള്ളത്? 100. ഓക്കെ. അതായത് 1/5, രണ്ടും ക്യാൻസൽ ചെയ്തു, 1/5. ഇനി ഒന്നെങ്കിലും ചുവപ്പാവാനുള്ള സാധ്യത 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് രണ്ടും കറുപ്പ്. രണ്ടും കറുപ്പിന് ഞാൻ BB എന്ന് എഴുതുകയാണ്. അതെന്ന് പറഞ്ഞാൽ 1 മൈനസ് 1/5. അപ്പോ 5 മൈനസ് 1/5, 4/5. ഉത്തരം 4/5 എന്ന് കിട്ടും. ഓക്കെ. ക്ലിയർ ആയോ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ചുവപ്പും ഒന്ന് ബ്ലാക്കും ആവാനുള്ളത്. അപ്പൊ ഇവിടെ 6, ഇവിടെ 5. 6 × 5 30, 30/100. ഇനി ഇവിടെ ബ്ലാക്കും അവിടെ റെഡും വരാനുള്ള പ്രോബബിലിറ്റി 4 × 5 20 ആകെ 100. ഇനി രണ്ടും റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. എത്രയായിരുന്നു? 30/100.
ഓക്കെ, ഇനി ഇത് മൂന്നും എന്ത് ചെയ്യേണ്ടി വരും നമുക്ക്? മൂന്നും കൂട്ടി നോക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 30 20 50, 50 30 80, 80/100. അതെന്ന് പറയുമ്പോൾ 0 0 വെട്ടിപ്പോയി. ഈ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 4, ഇവിടെ 5, 4/5 എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ കിട്ടിയ ഉത്തരം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് 60ാമത്തെയും അവസാനത്തെയും ചോദ്യം നോക്കാം. അർദ്ധവൃത്തത്തിന്റെ വ്യാസം, അതായത് ഈ സെമി സർക്കിളിന്റെ ഡയാമീറ്റർ AB 10 സെന്റിമീറ്റർ ആണ്. AC 6 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ കോൺ ACB എത്ര? ഈ ആംഗിൾ എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് പറയാം, കോൺ ACB അർദ്ധവൃത്തത്തിലെ കോണാണ്. അതുകൊണ്ട് അത് 90 ഡിഗ്രിയാണ്. ആംഗിൾ ACB is in the semicircle, so it is 90 degree. BC യുടെ നീളം കാണുക. കൂട്ടുകാരെ, കോൺ ACB 90 ഡിഗ്രി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ACB എന്താണ്? ഒരു മട്ടത്രികോണം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇനി 90 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്നത് ആരായിരിക്കും? അത് ഹൈപ്പോട്ടിന്യൂസ് ആയിരിക്കും, അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? CAയും CBയുമാണ് ബേസും അതേ പാദവും ലംബവും. ഓക്കെ, ബേസ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ്. അപ്പൊ നമുക്ക് BC സ്ക്വയർ ഈസ് ഈക്വൽ ടു AB സ്ക്വയർ മൈനസ് AC സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അതായത് 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ, 100 മൈനസ് 36, അപ്പൊ 64. ഇതിൽ നിന്നും BC എന്ത് കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് 64, 8 എന്ന് കിട്ടും. BC 8 സെന്റിമീറ്റർ. ഓക്കെ, ഇനി ഇവിടെ ത്രികോണം ABCയുടെ പരപ്പളവ് കാണുക. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. അത് നമുക്കറിയാമല്ലോ. അര ഇൻറ്റു ബേസ് 6 ഇൻറ്റു ഹൈറ്റ്, ഇത് 8. അപ്പൊ നമുക്ക് 8 3 24 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ 200 ക്വസ്റ്റ്യൻസിൻ്റെ 4ാം പാർട്ടാണ് ഇപ്പോൾ അവസാനിച്ചത്. 46 മുതൽ 60 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. അടുത്ത ഭാഗത്തിൽ നമ്മൾ 61 മുതൽ 75 വരെയുള്ള ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ഇറ്റ്. ഇത് വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.